ജലജ എന്താ പറയാൻ ഭാവിച്ചേ? ഞാൻ രോഹിണി തമ്പുരാട്ടിയുടെ കാര്യം പറയുകയായിരുന്നു. അവളിങ്ങനെ വല്ലാണ്ടിരിക്കണതിന്റെ കാര്യം എനിക്കറിയാം. എന്ന് വെച്ചാ ഞാൻ ഊഹിച്ചു എന്നർത്ഥം. അതിന് പ്രതിവിധിയും ചെയ്തിട്ടുണ്ട്. തമ്പുരാട്ടിയുടെ വിഷമം എങ്ങനെയെങ്കിലും മാറിയാൽ മതിയായിരുന്നു. കുട്ടിയെ സിത്താർ പഠിപ്പിച്ച മാധവറാവിനൊരു മകനുണ്ടായിരുന്നു. മഹാവിദ്വാനാണെന്നാ രോഹിണി പറഞ്ഞ്. അയാളെ കുട്ടി ഇഷ്ടപ്പെടുന്നോന്ന് സംശയം. ആ ചെറുപ്പക്കാരനെ പറ്റി എന്നോട് പറഞ്ഞു. എനിക്കും അങ്ങനെ തോന്നി. സ്ത്രീകൾക്ക് സ്ത്രീകളെ പെട്ടെന്ന് അറിയാൻ കഴിയുമല്ലോ. അയാളെ കാണാണ്ടായ പിന്നെ കുട്ടിക്ക് സൂക്കേട് വന്നതും ഇങ്ങനെ ആയതും. അദ്ദേഹം എവിടെയോ ജോലി ചെയ്യല്ലേ? സുന്ദരേശനോട് പറഞ്ഞ് അയാളെ വിളിപ്പിച്ചിട്ടുണ്ട്. വരുമായിരിക്കും. എന്ത് വേണം? മഹാറാണിയെ കാണണം. ആരാ നിങ്ങൾ? ജയദേവൻ. മഹാറാണി വരാൻ പറഞ്ഞിട്ടുണ്ടോ? ഓ, ഒരു നിമിഷം നിൽക്കണം. ഞാനൊന്ന് ഫോൺ ചെയ്ത് ചോദിക്കട്ടെ. ശരി. ശരി, അങ്ങോട്ട് ചെന്നോളൂ. കാത്തിരിക്കുകയാണെന്ന്. കാപ്പി കൊണ്ടിരട്ടെ? വേണ്ട. കുട്ടി പറയാറുണ്ടെങ്കിൽ ആദ്യമായി കാണുക. എനിക്കോ വേണ്ട. ഞാൻ പറഞ്ഞയച്ചതിന് കാരണം മനസ്സിലായോ? അവസാനമായി ജയദേവനെ കണ്ടു മടങ്ങി വന്നപ്പോ കുട്ടി കാറിൽ നിന്നും ബോധം കിട്ടു വീണു. പിന്നെ കുറച്ച് ഡോക്ടർമാരെയൊക്കെ വരുത്തി കാണിച്ചു. ഹാർട്ട് ട്രബിൾ ആണെന്നാണ് പറഞ്ഞത്. വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്. ഒരു പ്രയോജനമില്ല. ജയന് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. എത്ര സ്വത്ത് വേണമെങ്കിലും തരാം. ഞാൻ തന്നാണെന്ന് ആരും അറിയില്ല. എന്റെ രോഹിണിയെ വിട്ടു പിരിയാതിരുന്നാ മതി. എനിക്ക് സ്വത്തും പണവും ഒന്നും വേണ്ട. ഞാൻ എന്നും രോഹിണിയെ കാണാം. ജയൻ സ്നേഹമുള്ളവനാ. രോഹിണി എവിടെ? രോഹിണി തോട്ടത്തിലുണ്ട്. അങ്ങോട്ട് ചെല്ലൂ. സ്വപ്നം കാണുകയാണ്. അല്ല, സ്വപ്നമല്ല, ഞാൻ തന്നെ. ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. രോഹിണിയെ കാണാൻ. രോഹിണിയെ ഞാൻ സ്നേഹിക്കുന്നെന്ന് ആ ചെവികളിൽ 1000 പ്രാവശ്യം മന്ത്രിക്കാം. സ്നേഹിക്കുന്നുണ്ടെന്ന് പണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. തെറ്റാണ്. ഞാൻ ചെയ്തത് തെറ്റാണ്. ഇത്രയും നാൾ വിട്ടുനിന്നത് തെറ്റാണ്. ഇപ്പോഴെന്നെ പോറ്റാൻ തക്ക ജോലി കിട്ടിയോ? രോഹിണി, എന്നോട് ക്ഷമിക്കൂ. എന്നാലും എന്നെ പിരിഞ്ഞിരിക്കാൻ ജയന് സാധിച്ചല്ലോ. ഓരോ നിമിഷവും ഞാൻ നീറി കഴിയുകയായിരുന്നു. എന്റെ തെറ്റ് എനിക്ക് ബോധ്യമായത് ഇന്നാണ്. എന്നോട് ക്ഷമിക്കൂ.